ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സമയത്ത് ഈ ശുശ്രൂഷയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിന്റെ തിരുരക്തത്തിലേക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതം സകല വിധത്തിലും സകല വഴിയിലും അനുഗ്രഹമാകാൻ വേണ്ടി ദൈവതിരുസന്നിധിയിൽ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിരിക്കുന്നവരെ ദൈവത്തിന്റെ റൂഹ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്യണമേ. അവർക്ക് വേണ്ടതായ വചനം കൊടുക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. അവരെ ആശ്വസിപ്പിക്കണമേ. കർത്താവിന്റെ സഭയിലേക്ക് പ്രിയപ്പെട്ടവർ ചേരട്ടെ. ഇവർ ശുശ്രൂഷിക്കപ്പെടുന്ന നേരമാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ഭാരങ്ങൾ നേരിടുമ്പോൾ കരങ്ങളാൽ താങ്ങിടുന്നു. ഭാരങ്ങൾ നേരിടുമ്പോൾ കരങ്ങളാൽ താങ്ങിടുന്നു. മരണത്തിൻ താഴ്വരയാതിലുമെന്നെ പിരിയാത്ത മാധുര്യ നല്ല സഖിത. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ചിന്ത യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 18-ാം വാക്യം. ഹല്ലേലൂയ പറഞ്ഞെല്ലാവരും ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തിൽ എന്റെ ശരണം നീയല്ലോ. എന്നെ ഉപദ്രവിക്കുന്നവർ ലജ്ജിച്ച് പോകട്ടെ, ഞാൻ ലജ്ജിച്ച് പോകരുത്. അനർത്ഥ ദിവസത്തിൽ എന്റെ ശരണം നീയല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരു ഭക്തനായ മനുഷ്യന്റെ വലിയ പ്രാർത്ഥനയാണ്. പ്രതിസന്ധികളും വേദനകളും വന്നപ്പോ ഞാൻ നിന്നിൽ നിന്ന് മാറുന്നില്ല, നിന്നെ വിട്ടുമാറുകയില്ല, നിന്റെ പിന്നാലെ ഞാൻ ചേർന്നിരിക്കുമെന്ന്. അതിന്റെ മുകളിലോട്ട് വായിക്കുമ്പോൾ കാണാൻ പറ്റും, അവൻ ജീവനുള്ള ദൈവത്തിന്റെ ഉറവയായ യഹോവയെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു. അവർ ജീവനുള്ള ദൈവത്തിനെ ഉപേക്ഷിച്ചു കളഞ്ഞു, ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഭക്തനായ മനുഷ്യന്റെ ഉറച്ച തീരുമാനമാണ്. ദൈവത്തിന്റെ വചനത്തെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് എല്ലാവരും ചരിത്രത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. പ്രതിസന്ധികളും വേദനകളും വരുമ്പോ ദൈവത്തെ വിട്ടുമാറാതെ നിന്നവരെല്ലാം ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. യോബിനെ നോക്കുക, പ്രതിസന്ധി വന്നു, പക്ഷേ ദൈവത്തെ വിട്ടുമാറാതെ ചേർന്നു നിന്നു. ദൈവം അവനെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നു. അനർത്ഥ ദിവസത്തില് നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കുക, ദൈവത്തെ മറക്കാതിരിക്കുക, ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് വായുകൊണ്ട് പറയാതിരിക്കുക. എന്ത് പ്രയാസം വരുമ്പോഴും ആ പ്രയാസത്തെ നോക്കി ഇപ്രകാരം പറയാൻ പഠിക്കുക, ഇതെന്റെ നന്മയ്ക്കാണ്, ദൈവന്റെ നന്മയ്ക്കായി ഇത് വ്യാപരിപ്പിക്കും. അനർത്ഥ ദിവസത്തിൽ നാം ദൈവത്തെ മറക്കരുത്, പിറുപിറുക്കരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മെ വേദനിപ്പിക്കാൻ നിൽക്കുന്ന ദുഷ്ട സൈന്യങ്ങൾ ലജ്ജിച്ചു പോകും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു അനർത്ഥ ദിവസമായിരിക്കും ഇത്. നിങ്ങൾ വിശ്വസിക്കൂ, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു, ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശുശ്രൂഷയിരിക്കുന്നവർ പ്രതിസന്ധിയിലും വേദനയിലും ആണെങ്കിൽ ഇപ്പോൾ ഇവർക്ക് തീരുമാനമെടുക്കാൻ അഭിഷേകം കൊടുക്കണമേ. ഞാൻ യേശുവിന്റെ മകനായി ജീവിക്കും, കർത്താവിനെ ഞാൻ ആഗ്രഹിക്കും, കർത്താവിന്റെ വചനത്തെ ഞാൻ സ്വീകരിക്കും, ഞാനിനി പാപവഴിയിൽ പോകില്ല, ഞാനിനി അനർത്ഥത്തിൽ പോകില്ല, തിന്മയിൽ ഞാൻ പോകില്ല എന്ന് തീരുമാനമെടുക്കാനായി ഈ പ്രിയപ്പെട്ടവരെ ദൈവം അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ സമാധാനം ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിറയണമേ. അശുദ്ധി ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറണമേ. അന്ധകാരം ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറണമേ. ഇവർ യേശുവിന്റെ സഭയുടെ കർത്താവിന്റെ ശരീരത്തിന്റെ ഐശ്വര്യമായി മാറട്ടെ. രോഗങ്ങൾ സൗഖ്യമാകാൻ, ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. 2 ശുശ്രൂഷകളാണ് നമുക്കുള്ളത്. 2 മണിയുടെ പ്രാർത്ഥനാ യോഗം, വൈകുന്നേരം 8 മണിയുടെ പ്രാർത്ഥനാ യോഗം. രണ്ടും ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.